നമസ്കാരം. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് മുൻപിൽ കാലിക്കുപ്പികളും മാലിന്യവും മന്ത്രി ഗണേഷ് കുമാർ കണ്ടെത്തിയ സംഭവം ഊതിവീർപ്പിച്ചതോ? KSRTCയിലെ ജീവനക്കാരുടെ സംഘടനയിൽ അമർഷം പുകയുകയാണ്. ഈ സാഹചര്യത്തിലാണ് പൊൻകുന്ന് ഡിപ്പോയിലെ 3 ജീവനക്കാരെ സ്ഥലം മാറ്റിയ ഉത്തരവ് പിന്നീട് മരവിപ്പിച്ചതായി ഫോണിൽ നിർദ്ദേശമെത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ നടപടികളിൽ അതൃപ്തരാണ്. അനാവശ്യ വിവാദമാണിതെന്ന വാദം ശക്തമായി കഴിഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട ബസ്സിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫ്, വെഹിക്കിൾ സൂപ്പർവൈസർ KS സജീവ്, മെക്കാനിക്കൽ വിഭാഗത്തിലെ ചാർജ്മാൻ വിനോദ് എന്നിവരെ സ്ഥലം മാറ്റിയാണ് ചീഫ് ഓഫീസിൽ നിന്നും ഉത്തരവെത്തിയത്. ജെയ്മോൻ ജോസഫിനെ തൃശൂർ ജില്ലയിലെ പുതുക്കാട് ഡിപ്പോയിലേക്കും സജീവിനെ തൃശൂർ ഡിപ്പോയിലേക്കും വിനോദിനെ കൊടുങ്ങല്ലൂരിലേക്കുമാണ് മാറ്റിയത്. 3-ാം തീയതി വൈകുന്നേരമാണ് ആദ്യ ഉത്തരവെത്തിയത്. മരവിപ്പിച്ചതായിട്ടുള്ള നിർദ്ദേശം ഇന്നലെ വൈകുന്നേരം ഫോണിലും. സ്ഥലമാറ്റം നേരിട്ട KS സജീവ് KSRTCA ജില്ലാ ട്രഷററാണ്. ഡ്രൈവർ TDF അംഗവും മെക്കാനിക് വിഭാഗം ജീവനക്കാരൻ BMS അംഗവുമാണ്. 3 യൂണിയനുകളും സംഭവത്തിൽ പ്രതിഷേധമുയർത്തി. ബസ് വൃത്തിയാക്കുന്നതിന് 2 ദിവസ വേതനക്കാർക്കാണ് ചുമതല. അതിലൊരാൾ ചികിത്സയിലാണ്. അയാൾ അവധിയിലായതിനാൽ ഒരാൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാ ബസ്സുകളും കഴുകാറില്ല. പഴയ മോഡൽ ബസ്സുകളിൽ കുടിവെള്ള കുപ്പികൾ സൂക്ഷിക്കാൻ റാക്കില്ലാത്തതിനാൽ ജീവനക്കാർ കുപ്പികൾ മുൻചില്ലിന് സമീപം വെക്കാറുണ്ട്. ദീർഘദൂര യാത്രകളിൽ അതികഠിന ചൂടുകാലത്ത് വെള്ളമില്ലാതെ വണ്ടി ഓടിക്കുക ഡ്രൈവർക്ക് അസാധ്യമാണ്. വാഹനം ആളെ നിർത്തുമ്പോൾ ഡ്രൈവർമാർ വെള്ളം കുടിച്ചാണ് ചൂടിനെ പ്രതിരോധിക്കുക. ഇതിനുവേണ്ടി വെച്ച വെള്ളക്കുപ്പിയെ എങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യമാക്കുമെന്ന ചോദ്യമാണ് ഉയർന്നത്. ഇതെല്ലാം പരിഗണിച്ചാണ് തെറ്റുതിരുത്തൽ. ഒക്ടോബർ 1-നാണ് നടപടിക്കിടയാക്കിയ സംഭവം. മുണ്ടക്കയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട RSC 700 നമ്പർ ബസ്സിന് പിന്നാലെ എത്തിയ മന്ത്രി ബസ്സിനെ മറികടന്നപ്പോൾ കൊല്ലം ആയൂരിൽ വെച്ചാണ് മുൻവശത്തെ ചില്ലിനോട് ചേർന്ന വെള്ളക്കുപ്പികൾ നിരത്തിയിട്ടത് കാണാനിടയായത്. പിന്നീട് മന്ത്രി ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ബസ് വൃത്തിഹീനമാണെന്നും ശുചിയാക്കാറില്ലെന്നും അതിനാൽ റിപ്പോർട്ട് നൽകാൻ മന്ത്രി സ്ക്വാഡിനോട് ആവശ്യപ്പെട്ടു. ബസ് വൃത്തിഹീനമാണെന്നും കഴുകിയിട്ടില്ലെന്നും അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. തുടർന്നായിരുന്നു നടപടികൾ. എന്നാൽ മന്ത്രിയുടെ ഷോ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക വിമർശനത്തിന് ഇടയാക്കി. ബസ്സിൽ കുടിവെള്ളം വെച്ച ഡ്രൈവർക്കെതിരെയുള്ള മന്ത്രിയുടെ ഷോ അതിരുവിട്ടുവെന്ന തരത്തിൽ വിലയിരുത്തലുകളെത്തി. ഇതോടെയാണ് സ്ഥലമാറ്റം വേണ്ടെന്ന് വെച്ചത്. KSRTC ജീവനക്കാരുടെ ഗ്രൂപ്പുകളിലും വലിയ പ്രതിഷേധമുണ്ടായി. ഗണേഷ് കുമാറിന്റെ നടപടിയിൽ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. AC കാറിൽ മാത്രം സഞ്ചരിക്കുന്ന മന്ത്രി സാധാരണ ജീവനക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിക്കാതെ ശകാരിച്ചു എന്നതായിരുന്നു ഉയർന്ന വിമർശനം. ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിടരുതെന്നും MD നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇത് ജീവനക്കാർ പാലിച്ചില്ലെന്നായിരുന്നു മന്ത്രിയുടെ ആക്ഷേപം. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി റോഡിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങളെല്ലാ കുപ്പികൾ ഉപേക്ഷിച്ചതെന്ന് ജീവനക്കാർ മറുപടി നൽകിയെങ്കിലും മന്ത്രി കേൾക്കാനും തയ്യാറായിരുന്നില്ല. തലേ ദിവസം ബസ്സിലിട്ട കുപ്പികളാണെങ്കിൽ പിറ്റേ ദിവസം ബസ് സർവീസ് നടത്തും മുൻപ് നിങ്ങൾ എന്തു ചെയ്തുവെന്നായിരുന്നു മന്ത്രിയുടെ മറുചോദ്യം. ദീർഘദൂര റൂട്ടുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ബാറ്റ ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനും തികയില്ലെന്ന വിമർശനമടക്കം ജീവനക്കാർക്കുണ്ട്. ചൂടല്ല, വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റുമോ? AC-യിൽ പോകുന്നവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എത്തി. ദിവസം 3-4 കുപ്പി വെള്ളമെങ്കിലും വേണ്ടിവരും. പുലർച്ചെ 5 മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് എത്തുന്നത്. 10 രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന ഇടത്തു നിന്ന് 3-4 കുപ്പി വാങ്ങി വെക്കുകയാണ് പതിവ്. ഒരു കുപ്പി വെക്കാൻ മാത്രമേ ബസ്സിൽ സൗകര്യമുള്ളൂ. ബാക്കി കുപ്പികൾ മുന്നിലിടുകയാണ് ചെയ്യുന്നത്. അതാണ് വലിയ പ്രശ്നമായി മാറിയത്. ഒരു കുപ്പി മാത്രം മതിയെന്ന് വന്നാൽ ഇടയ്ക്ക് ബസ് നിർത്തി വെള്ളം എടുക്കേണ്ടി വരും. അത് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്നും ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു.